ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ കേട്ടോ. വായിച്ചു നോക്കിയില്ല എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഓക്കെ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അമൃതകൃഷ്ണ എന്ന് പറഞ്ഞ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ളത്? സൂര്യ വിനോദ് എന്ന് പറഞ്ഞേ. സൂര്യണ്ടാ? ഫാത്തിമ റഹീം. ആരുമില്ല. സുനി. Yes, ma'am. Responsibility of the admission department പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. അതായത് അവരുടെ നെയിം, ഏജ്, സെക്സ്, അഡ്രസ് എന്നിവ ഗ്യാദർ ചെയ്യണം. പിന്നെ മെഡിക്കൽ റെക്കോർഡ് അത് പ്രിപ്പയർ ചെയ്യണം പേഷ്യന്റിന്റെ. അതിന് നെയിം, അഡ്രസ്, അവരുടെ രോഗത്തിന്റെ ആ ഡീറ്റെയിൽ ഇതൊക്കെ. പിന്നെ പേഷ്യന്റിന് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് ഉണ്ടായിരിക്കും. അതായത് ഇൻപേഷ്യന്റ് ആയിട്ടുള്ള രോഗികൾക്ക് അവരുടെ അവരുടെ നെയിം, ഏജ്, സെക്സ്, പിന്നെ അവരുടെ ഏത് ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്യുന്നത് എന്നതിനൊക്കെയുള്ള ഒരു ബ്രേസ്ലെറ്റ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടായിരിക്കും. പിന്നെ കൺസെന്റ് ഫോം സൈൻഡ്, സമ്മതപത്രം സൈൻ ചെയ്യണം. പിന്നെ ഇനിഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യണം. പിന്നെ ഫ്ലോർ വാർഡ് നേഴ്സ് ഉണ്ടായിരിക്കണം. ഓരോ ഫ്ലോറിലും അതിൻ്റെതായ നേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ വിസിറ്റർ പാസ് ഇഷ്യൂ ചെയ്തിരിക്കണം പേഷ്യന്റിന്. പിന്നെ ലാസ്റ്റ് അഡ്മിഷൻ ഡെസ്ക്ടോപ്പ്, അക്കൗണ്ട്സ്, ക്യാഷ് കൗണ്ടർ, ക്യാഷ്. എന്ത് വേണം കൊടുക്കണം? ക്യാഷ് കൊടുക്കണം അല്ലേ? അതെ. റൂം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോ എങ്ങനെയാണ്? ബിൽ അടയ്ക്കുമ്പോ എങ്ങനെയാണത് വരാം? ഡിസ്ചാർജ് ചെയ്യുമ്പോ കൊടുത്തതെന്ന് ബാക്കി ബിൽ മാത്രം കൊടുത്താൽ മതി. കൊടുത്തത് കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ കേട്ടോ. Responsibilities of nurse. What are the responsibilities of nurse? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചു മോളെ. മിസ് വൈറ്റ് കളർ ബാൻഡ്സ് കൊടുക്കുന്നു പറഞ്ഞില്ലേ, അതില് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് കോമൺ ആയി വരുന്ന ഇൻപേഷ്യൻസിനല്ലേ കൊടുക്കുന്നത്? അതെന്താണ് എനിക്ക് മനസ്സിലായില്ല. ഈ കോമൺ ആയി വരുന്ന മീൻ ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ പനി അങ്ങനത്തെ ഒക്കെ വരില്ലേ കോമൺ ആയിട്ട്, അല്ലാതെ റയർ രോഗങ്ങളൊന്നും അല്ല. കോമൺ ആയിട്ട് നമ്മൾ ചികിത്സിക്കാൻ വരില്ലേ, ചികിത്സിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് കൊടുക്കുന്നത്. ഇനി എന്താണ് ചോദിച്ചത് ഞാൻ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ്. ആര് പറയും? ബബിത. യെസ് മിസ്. പറയാം. ഏതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നേഴ്സിനുള്ളത്? ഫസ്റ്റ് വൺ, പ്രിപ്പയർ റൂം. അതായത് രോഗികൾക്ക് ആവശ്യമായ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന റൂം ക്ലീൻ ആണോ എന്നൊക്കെ നോക്കണം.
അതുപോലെ പേഷ്യൻസിന് അനുയോജ്യമായ രോഗത്തിനനുസരിച്ച് അനുയോജ്യമായ റൂമാണോ നോക്കണം. അതുപോലെ ബെഡ് അഡ്ജസ്റ്റ് അവർക്ക് യോജിച്ച രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡിക്വേറ്റ് ആയിരിക്കണോ നോക്കണം. അത് നെക്സ്റ്റ് വൺ ഐഡൻറ്റിഫൈ സെൽഫ്. പിന്നെ പേഷ്യൻസിനെയും ഫാമിലിനെയും നല്ല രീതിയിൽ വെൽക്കം ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യൻസ് ആ റൂമിൽ കംഫർട്ടാണോ നോക്കണം. അതുപോലെ അവർക്ക് അഡ്വക്കേറ്റ് പ്രൈവസി പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ ആങ്സൈറ്റി ഫിയർ ഒന്നും ഇല്ലാണ്ട് നോക്കണം. നെക്സ്റ്റ് വൺ ഓറിയൻ പേഷ്യൻ്റ്. നഴ്സിംഗ് സ്റ്റേഷന്, ലൊക്കേഷന്, അതുപോലെ റൂം ബൗണ്ടറീസ്, ക്ലോത്ത് സ്റ്റോറേജ്, പിന്നെ അലേർട്ടിംഗ് ഡിവൈസ്, ബെഡ് കൺട്രോൾസ്, പിന്നെ ലൈറ്റ് സ്വിച്ചസ്, ടെലിഫോൺ പോളിസീസ്, TV കൺട്രോള്, മീൽ ടൈം, വിസിറ്റിംഗ് അവേഴ്സ്, ഡയറ്റ്, സേഫ്റ്റി മെഷർമെൻറ്റ്, ഡോക്ടേഴ്സിൻ്റെ വിസിറ്റിംഗ് ടൈം, എന്തൊക്കെ ടെസ്റ്റുകളാണ് എടുക്കാനുള്ളത്, ഇതെല്ലാം രോഗികളെ അറിയിച്ചിരിക്കണം അഡ്വക്കേറ്റായിട്ട്. ഓക്കെ ക്ലിയർ ആയി. ഇത്രയും കാര്യങ്ങൾ ഗ്യാദർ ഇൻഫർമേഷൻ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഈ ക്ലാസ്സിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല നിങ്ങൾക്ക്? ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. മ്യൂട്ട് ചെയ്യാൻ പോണേണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്യാദർ ഇൻഫർമേഷൻ. ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഫസ്റ്റ് പോയിന്റ് ആണ് മെഡിക്കൽ ഓർഡേഴ്സ് അല്ലെ. മെഡിക്കൽ ഓർഡേഴ്സ് ആരുടെ കയ്യിൽ നിന്നാണ് നേഴ്സ് സ്വീകരിക്കണത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. ആരാണ് ഓർഡേഴ്സ് കൊടുക്കുന്നത്? ഡോക്ടർ ആയിരിക്കും അല്ലെ. ആരാണ് സ്വീകരിക്കുന്നത്? സ്വീകരിക്കുന്നത് ആരായിരിക്കും? ഓർഡേഴ്സ് നേഴ്സുമാരാണ് അല്ലെ. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് നേഴ്സുമാർ അതനുസരിച്ച് റെക്കോർഡ് ചെയ്തിട്ട് പേഷ്യന്റിനെ അറിയിക്കും അല്ലെ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ടെസ്റ്റുകളോ അല്ലെങ്കിൽ എന്താണ് യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ അല്ലെ. പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് മീൻ ചെയ്യണത് പലതരത്തിലുള്ള ടെസ്റ്റുകളെയാണ്. MRI ടെസ്റ്റ്, അതുപോലെ യൂറിൻ ടെസ്റ്റ്, എക്സ്റേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? ഓർഡേഴ്സ് നേഴ്സുമാർക്ക് കൊടുക്കും. അതനുസരിച്ചിട്ട് രോഗികളെയൊക്കെ ക്രമീകരിക്കും അല്ലെ നേഴ്സുമാര്. ഓക്കെ, അതാണ് മെഡിക്കൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ട്രീറ്റ്മെന്റ് അല്ലെ. രോഗികൾക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്തിനൊക്കെയാണ്? ഈ മെഡിസിൻ എന്തിനൊക്കെയാണ് തരുന്നത്? അതുപോലെ എന്താണ് എക്സ്റേ എന്തിനാണ് എടുക്കുന്നത്? MRIs, അതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾ, ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന് അല്ലെ. ട്രീറ്റ്മെന്റുകൾ അങ്ങനെ എന്താണ് അങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് പല ട്രീറ്റ്മെന്റും ഡോക്ടേഴ്സ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്, ഇങ്ങനെയുള്ള മെഡിസിൻ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ രോഗികളെ പറഞ്ഞ് നേഴ്സ് മനസ്സിലാക്കിക്കണം. അതാണ് ട്രീറ്റ്മെന്റിൽ പറയുന്നത്. ചാപ്റ്ററിന്റെ പേരെന്താണ്? നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേരെന്താണ്? നയൻ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇനി എന്താണ്? ട്രീറ്റ്മെന്റ് മനസ്സിലായില്ലേ? അപ്പൊ എന്തിനൊക്കെയാണ് ഈ മരുന്നുകൾ തരുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ നേഴ്സ് ഈ പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. പിന്നെന്താണ്? ലാബ് റിസൾട്ടുകൾ അല്ലെ. നമ്മൾ പലതരത്തിലുള്ള റിസൾട്ടുകൾ, ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അതുപോലെയുള്ള ടെസ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതെന്തിനൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പൊ എന്താണ്? ഫീവർ ആയിട്ട് വരുമ്പോ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറയും അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പോ ESR കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പനി വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ലാബ് ടെസ്റ്റുകൾ നടത്തുന്നത് എന്തിനാണെന്നുള്ള കാര്യങ്ങള്, അതാണ് ലാബ് റിസൾട്ടുകളിൽ വരുന്നത്. ഇങ്ങനെയുള്ള റിസൾട്ടുകൾ ചെയ്യുമ്പോൾ എന്താണ്? ചിലപ്പോൾ പനി കൂടുന്നത് ESR ഹൈ ആയത് കൊണ്ടായിരിക്കാം, ESRന്റെ അളവ് കൂടിയത് കൊണ്ടായിരിക്കാം പനി മാറാത്തത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രോഗികളെ നേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ആ റിസൾട്ട് കാണിച്ച് രോഗികളെ മനസ്സിലാക്കിക്കണം. ഓക്കെ അല്ലേ? അത് 3 പോയിന്റ് മനസ്സിലായല്ലോ. മെഡിക്കൽ ഓർഡേഴ്സ്, അതുപോലെ ട്രീറ്റ്മെന്റ്, ലാബ് റിസൾട്ട്. ഇനി എന്താണ്? ടെസ്റ്റുകൾ അല്ലെ. പലതരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതെന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് അറിയാം, സിമ്പിൾ ആണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി.
അങ്ങനെയുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാം, ഈ പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. ഡയറ്റ് പ്ലാൻ അല്ലെ, മനസ്സിലായില്ലേ? ആ ഡയറ്റ് പ്ലാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചിലപ്പോ എന്താണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന രോഗിക്ക് ഇന്ന ഭക്ഷണം കൊടുക്കാൻ പാടില്ല അല്ലെ, ഇന്ന ഡയറ്റ് പ്ലാനിൽ കൺട്രോൾ ചെയ്ത് നിർത്തണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നേഴ്സ് എന്ത് ചെയ്യാം, രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഇന്ന ഫുഡ് കഴിക്കാൻ പാടില്ല, ഇന്ന ടൈമിൽ കഴിക്കണം, ഇത്രയും അളവിൽ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള ന്യൂട്രീഷൻ ഫുഡ് കഴിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. പിന്നെന്താണ് ആക്ടിവിറ്റി അല്ലെ, ചിലപ്പോ എന്താണ് ചില രോഗികൾക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യാം, ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഇന്ന ടൈമില് ആ ഡോക്ടർ വരും, ബുധനാഴ്ച ഡോക്ടർ വരും, 11 മണിക്കായിരിക്കും. അപ്പൊ എന്താ ചെയ്യണം, ആ ഡോക്ടറെ കാണാനായിട്ട് പോകണം. ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഡോക്ടറാണ് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന ടൈമിൽ വരും, ഇന്ന ദിവസം വരും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതാണ് ആക്ടിവിറ്റിയിൽ വരുന്നത്. അതാണ് പിന്നെന്താണ്, അതാണ് ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു വരുന്നത്. എന്താണ്, മെഡിക്കൽ ഓർഡേഴ്സ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്, ലാബ് റിസൾട്ടുകൾ, അതുപോലെ ടെസ്റ്റുകൾ, ഡയറ്റ് പ്ലാൻ, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ്. ക്ലിയർ ആയോ ഈ കാര്യങ്ങളൊക്കെ? ക്ലിയർ ആണോ? ഇനി പറയണോ? ഓക്കെ. ഇനി എന്താണ് പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യൻസ്. എന്താണ് പ്രിലിമിനറിയുടെ അർത്ഥം? പ്രിലിമിനറി അറിയോ? മീൻസ് എന്താണെന്ന്? ഫസ്റ്റ് അല്ലെ, ആദ്യകാലങ്ങളിലെ ഒബ്സർവേഷൻ. ഫസ്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ എങ്ങനെയാണ്, ആരുടെ, പേഷ്യന്റിന്റെ ഒബ്സർവ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഉള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്യൂ മൂവ്മെന്റ്സ് വിത്ത് എ പേഷ്യന്റ്, facial expression will denote his emotional reactions and the presence of pain and fatigue. എന്താണ് പറഞ്ഞത്? ആദ്യകാലങ്ങളിലുള്ള ഫസ്റ്റ് മൂവ്മെന്റിൽ നമ്മൾ അഡ്മിറ്റ് ആയ ടൈമിൽ എന്തായിരിക്കും, രോഗികൾക്ക് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? വളരെ പേടി അല്ലെ, പേടി ആയിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിരിക്കും. എന്തായിരിക്കും ദൈവമേ രോഗം, എന്ത് ചെക്കപ്പാണ് എന്നെ ചെയ്യാൻ പോകുന്നത്, എന്തിനായിരിക്കും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള പേടികൾ എങ്ങനെ ആർക്കും ഉണ്ടാവും, പേഷ്യൻസിനുണ്ടാകും. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അവരുടെ ഫേഷ്യൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും, പേടി നിറഞ്ഞതായിരിക്കും. പിന്നെന്താണ്, എനി ഡിക്ലറേഷൻസ് ഓഫ് സ്കിൻ സെൽസ്, ജാൻഡൈസ്. എന്താണ് ജാൻഡൈസ് എന്ന് പറഞ്ഞാല്? ജാൻഡൈസ്, സൈനോസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജാൻഡൈസ് ആൻഡ് സൈനോസിസ്. മഞ്ഞപ്പിത്തം. ജാൻഡൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം. സൈനോസിസോ? സൈനോസിസ്, ജാൻഡൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാത്തവരെ എഴുതി വെക്കാം, മഞ്ഞപ്പിത്തം. സൈനോസിസ് തൊലിയുടെ നിറത്തിൽ വരുന്ന വ്യത്യാസം, തൊലി നിറ വ്യത്യാസം. ഫേഷ്യൽ പാരലൈസിസ് എന്തായിരിക്കാം? ഫേഷ്യൽ പാരലൈസിസ് എന്ന് പറഞ്ഞാല് ചൈതന്യക്ഷയം. എന്താണ്, ചിലർക്ക് എന്താണ് മുഖത്ത് പ്രകാശമൊന്നുമില്ല എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? മുഖത്ത് പ്രകാശമില്ലായ്മ അല്ലെങ്കിൽ മുഖം ശോഭിച്ചു നിൽക്കാത്ത അവസ്ഥ, അതാണ് ചൈതന്യക്ഷയം, ഫേഷ്യൽ പാരലൈസിസ് എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താണ്, ജാൻഡൈസിസ്, സൈനോസിസ്, ഫേഷ്യൽ പാരലൈസിസ് should be noted. Further observation can be made given care to client. എന്താണ് പറഞ്ഞത്? ഈ കാര്യങ്ങളൊക്കെ ചിലരുടെ സ്കിന്നിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകൾക്കൊക്കെ ആണെങ്കിൽ എന്താണ്, മഞ്ഞ കളർ ആയിരിക്കാം സ്കിന്നില്. അതുപോലെ തന്നെ തൊലിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ തൊലിയിൽ കറുത്ത പാടുകൾ, അങ്ങനെയുള്ള പാടുകളൊക്കെ ഉണ്ടാവാം. പിന്നെ എന്താണ് ഫേഷ്യൽ പാരലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മുഖത്ത് ചൈതന്യമൊന്നും ഉണ്ടാവില്ല അല്ലെ, മുഖം ശോഭിച്ചു നിൽക്കാത്ത അവസ്ഥ അല്ലെ, മുഖത്ത് പ്രകാശം ഉണ്ടാവില്ല, ചൈതന്യക്ഷയം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് എന്താണ് രോഗികൾക്കുണ്ടോ എന്ന് നോട്ട് ചെയ്യണം. ആര് നോട്ട് ചെയ്യണം? നേഴ്സ് നോട്ട് ചെയ്ത് വെക്കണം. ഒബ്സർവേഷന് ശേഷം, രോഗിയെ നിരീക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഇങ്ങനത്തെ കാര്യങ്ങള് അല്ലെ, ജാൻഡൈസ് മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകളാണെങ്കിൽ എന്താണ്, നിറത്തിൽ വ്യത്യാസം, അതുപോലെ തന്നെ എന്താണ്, തൊലിയില് നിറമാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അതുപോലെ തന്നെ എന്താണ്, മുഖത്ത് പ്രകാശമില്ലായ്മ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് നേഴ്സ് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാണ് പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ്
പേഷ്യന്റ് എന്ന് ആ കാര്യത്തിൽ പറയുന്നത്. രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ് പറയുന്നത്, ഫസ്റ്റ് മൂവ്മെന്റില് രോഗിയെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അയാൾക്ക് ഭയങ്കര പേടിയും ഭയവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ സെക്കൻഡിൽ പറയുന്നത് എന്താണ്, മുഖത്ത് എന്താണ് പ്രകാശമില്ലായ്മ, പിന്നെന്താണ് തൊലിയിലെ വ്യത്യാസം, എന്താണ് പിന്നെ മഞ്ഞ കളർ, മഞ്ഞപ്പിത്തം ബാധിച്ച ആളാണെങ്കിൽ മഞ്ഞ കളറാക്കിയായിരിക്കും ഉണ്ടായിരുന്നത് തൊലിയിലും കണ്ണിലൊക്കെ. അപ്പൊ എന്താണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേഴ്സ് ഒബ്സർവേഷൻ ചെയ്തതിനു ശേഷം നോട്ട് ചെയ്ത് വെക്കണം. ഇനി എന്താണ് ചാർട്ടിങ് അല്ലെ, റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്താണ് ഫസ്റ്റ് പോയിന്റ്, എന്താണ് റെക്കോർഡ് ഓൾ ദ ബേസിക് ഇൻഫർമേഷൻ ഇൻ ദ പേഷ്യൻസ് റെക്കോർഡ്. എന്താണ് പറയുന്നത്, എന്തായിരിക്കാം ബേസിക് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാല്, ബേസിക് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് അല്ലെ. എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, നെയിം, ഏജ്, സെക്സ്, അഡ്രസ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ബേസിക് ഇൻഫർമേഷൻസ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് വെക്കാം. അതാണ് ചാർട്ടിങ്ങിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ് നോക്കാം. ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, എന്നാണ് അഡ്മിറ്റ് ആയ ഡേറ്റ്, അതുപോലെ ടൈം, എന്നാണ് രോഗി ഏത് ടൈമിലാണ് രോഗി അഡ്മിറ്റ് ആയത്. പിന്നെ എന്താണ് പേഷ്യൻസ് ഡീറ്റെയിൽസ് അല്ലെ, നെയിം കാര്യങ്ങളൊക്കെ. ഇനി എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ, രോഗിക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങള്. ഇനി എനി അലർജീസ് അല്ലെ, നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചില ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം. ആൻഡ് പേഷ്യൻസ് മെന്റൽ സ്റ്റാറ്റസ് അല്ലെ, നോർമൽ അല്ലാത്ത ആളുകൾ ഉണ്ടാവാം പേഷ്യൻസുകളായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, മെന്റൽ സ്റ്റാറ്റസ് വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കണം. ആര്, നേഴ്സ് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഫസ്റ്റ് പോയിന്റിൽ ബേസിക് ഇൻഫർമേഷൻസ് ആണ്. പിന്നെ എന്താണ് അഡ്മിഷൻ ഡേറ്റ്, ടൈം, പേഷ്യൻസ് ഡീറ്റെയിൽസ്, കംപ്ലൈൻസ്, പിന്നെന്താണ് ഇനി അലർജീസ് ഉണ്ടെങ്കിൽ അതുപോലെ പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസുകളും നേഴ്സ് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇനി തേർഡ് പോയിന്റ് നോക്കാം. റെക്കോർഡിംഗ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ, ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, മെഡിക്കൽ ലീഗൽ കേസ്, MLC. MLC മീൻസ് എന്താണ്, മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ. ആൻഡ് എന്താണ് അപ്ഡേറ്റ് വാർഡ് സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്. എന്താണ് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യണം അല്ലെ. അഡ്മിഷൻ രജിസ്റ്റർ കീപ്പ് ചെയ്യണം, അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ എന്താണ് ട്രീറ്റ്മെന്റ് ബുക്ക്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് കൊടുത്തത്, റിപ്പോർട്ട്, മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ. അതുപോലെ എന്താണ് അപ്ഡേറ്റ്സ് വാർഡ് സെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും അപ്ഡേഷൻസ് അല്ലെ, അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം. ആര് നോട്ട് ചെയ്യണം, നേഴ്സ് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഫിസിക്കൽ അസസ്മെന്റ് റിവ്യൂവിംഗ് സിസ്റ്റം, ഫിസിക്കൽ അസസ്മെന്റ് നടത്താം. അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസ് കംഫർട്ട്, പേഷ്യൻസിന് കംഫർട്ടബിൾ ഫീലിംഗ് അല്ലെ, നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള കംഫർട്ടബിൾ ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യണം. കളക്ട് ഇൻഫർമേഷൻ ഫോർ ഡാറ്റാബേസ്, പേഷ്യന്റിന്റെ വിവരങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്യണം. ഡാറ്റാബേസ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കില്ല, ഒരു സോഫ്റ്റ്വെയർ അല്ലേ, അതിനെ പറയുന്നതാണ് ഡാറ്റാബേസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡാറ്റാബേസിലാണെങ്കിൽ സോഫ്റ്റ്വെയറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്താണ് ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡർ ഫോർ ദ ലാബ് ടെസ്റ്റ് മെഡിക്കൽ ആക്ടിവിറ്റി. എന്താണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഡോക്ടറാണ്. ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അല്ലെ, അഡ്വൈസും അല്ലെങ്കിൽ ഓർഡേഴ്സും തരും. നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന ടെസ്റ്റ് നടത്തണം, MRI നടത്തണം, ബ്ലഡ് ചെക്ക് ചെയ്യണം, യൂറിൻ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പേഷ്യന്റിനെ കൊണ്ട് അതിനുള്ള അറേഞ്ച്മെന്റ്സുകൾ നടത്തണം. ക്ലിയർ ആണോ? അപ്പൊ ചാർട്ടിൽ എന്തൊക്കെയാണ് ബേസിക് ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യാം പേഷ്യന്റിന്റെ. പിന്നെ എന്താണ് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, കംപ്ലൈൻസ്, അലർജീസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. ഒരു രജിസ്റ്റർ ഉണ്ട്, ട്രീറ്റ്മെന്റ് ബുക്ക് ഉണ്ട്. അങ്ങനെയുള്ള ബുക്കിൽ പേഷ്യന്റിന്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഫിസിക്കൽ അസസ്മെന്റ് നടത്താം. പിന്നെന്താണ് കംഫർട്ടബിൾ ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യണം അവർക്ക്. പിന്നെ എന്താണ് ഡാറ്റാബേസിൽ അല്ലെ, കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അവരുടെ ഇൻഫർമേഷൻസ്. പിന്നെ എന്താണ് എന്തെങ്കിലും ഓർഡേഴ്സുകൾ ഡോക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന ടെസ്റ്റ് നടത്തണം, ലാബ് യൂറിൻ ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഡോക്ടേഴ്സ് ഓർഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ചിട്ട് അതിനുള്ള അറേഞ്ച്മെന്റ്സുകൾ നഴ്സുമാര് എടുക്കണം. ക്ലിയർ ആണോ? ചാർട്ടിങ് മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫോളോ ഓർഡേഴ്സ് ബൈ ദ കൺസൾട്ടന്റ്. If any tests are prescribed by the doctor, the nurse must make arrangements to carry out the procedure prescribed by the orders if doctor if any. എന്താണ് പറയുന്നത്? ഡോക്ടേഴ്സ് പറയും ഇങ്ങനെ ടെസ്റ്റ് നടത്തണം,
അല്ലെ? നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഡോക്ടേഴ്സ് ഓർഡേഴ്സ് പറയുമല്ലോ, അല്ലെങ്കിൽ അഡ്വൈസ് നടത്തും നഴ്സിനോട്. ഇങ്ങനെ ടെസ്റ്റ് നടത്തണം, MRI നടത്തണം, അല്ലെങ്കിൽ എന്താണ് ബ്ലഡ് ചെക്ക് ചെയ്യണം, യൂറിൻ ടെസ്റ്റ് നടത്തണം, ആരോഗ്യയുടെ യൂറിൻ ടെസ്റ്റ് നടത്തണം. അങ്ങനെയൊക്കെ ഓർഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ആര് നടത്തണം എന്നാണ് പറയുന്നത്? ആര് നടത്തണം? രോഗിയാണോ? അല്ല, നേഴ്സ് ആണ് നടത്തേണ്ടത്. ഓക്കെ. ഇനി എന്താണ്? കെയർ ഓഫ് വാല്യുബിൾസ് ആൻഡ് ക്ലോത്തിങ്. ക്ലോത്തിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ഇഫ് എ പേഷ്യന്റ് ഈസ് വെയറിംഗ് ഹോസ്പിറ്റൽ ഡ്രസ്, the patient's clothes should be handed over to relatives. In the case of absence of relatives, clothing is numbered, labeled, and kept in store until such time it is handed over to relatives. Encourage the client to send jewelry, money, and other valuables such as the watch to home it with relatives. Made to understand if he keeps something with himself, it is at his own risk. എന്താണ് പറയുന്നത്? ക്ലോത്തിങ് അല്ലെ? എന്താണ്? രോഗി വീട്ടിൽ നിന്ന് കിട്ടുന്ന ഡ്രസ്സാണോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇടുന്നത്? അങ്ങനെയാണോ? അല്ലെങ്കിൽ അവർ തരുന്ന ഡ്രസ്സോ? എങ്ങനെയാണ് ഇടുന്നത്? രോഗി വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സാണോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇടുന്നത്? എങ്ങനെയാണ്? അല്ലല്ലേ, അവര് തരുന്ന ഡ്രസ്സാണ് നമ്മൾ ഇടുന്നത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഈ വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഡ്രസ്സ് എന്ത് ചെയ്യും? മറ്റേ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തു വിടണം. അല്ലെങ്കിൽ എന്താണ്? പിന്നെ മണീസ്, എന്തെങ്കിലും ക്യാഷ് അല്ലെങ്കിൽ ജ്വല്ലറീസ്, എന്തെങ്കിലും സ്വർണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ജ്വല്ലറീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റിലേറ്റീവ്സിന്റെ കയ്യിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി അഥവാ ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ ക്ലോത്ത് മടക്കി വെച്ച് എന്ത് ചെയ്യണം? നമ്പർ ഇട്ട് ലേബൽ ഒട്ടിച്ച് എന്ത് ചെയ്യാ? ഹോസ്പിറ്റലിന്റെ സ്റ്റോർ റൂമിൽ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? അവരുടെ ആ പേഷ്യന്റിന്റെ റിസ്കിൽ മാത്രം, താങ്കളുടെ റിസ്കിൽ മാത്രമേ ഇത് സൂക്ഷിക്കുന്നുള്ളൂ എന്ന് പറയുന്നു അല്ലെ? അവരുടെ റിസ്കിലല്ല, താങ്കളുടെ സ്വന്തം റിസ്കിലാണ് ഇതിവിടെ കീപ്പ് ചെയ്യുന്നത് എന്നാണ് അവര് പറയുന്നത്. ഓക്കെ, ക്ലോത്തിങ്ങിന്റെ കാര്യം മനസ്സിലായില്ലേ? ക്ലോത്തിങ്ങിന്റെ കാര്യത്തിൽ എന്താണ്? ഹോസ്പിറ്റലുകാർ തരുന്ന ഡ്രസ്സാണ് ഇടുന്നത്. വീട്ടിൽ നിന്ന് കിട്ടുന്ന ഡ്രസ്സ് എന്ത് ചെയ്യുന്നു? റിലേറ്റീവ്സിന് കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്വർണങ്ങളോ ക്യാഷോ ഒക്കെ ഉണ്ടെങ്കിൽ റിലേറ്റീവ്സിന് അത് കൊടുത്തിടുന്നു. പിന്നെ അവര് തരുന്ന ഡ്രസ്സാണ് നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ ഇടുന്നത്. ഇനി ബൈസ്റ്റാൻഡേഴ്സ് ഒന്നുമില്ലാത്ത രോഗികളാണ് വരുന്നതെങ്കിൽ എന്താണ്? അവരുടെ ജ്വല്ലറീസും മണീസും അതുപോലെ തന്നെ ക്ലോത്ത് ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്പർ ഒട്ടിച്ച് ലേബൽ ചെയ്തിട്ട് എവിടെ സൂക്ഷിക്കുന്നു? ഹോസ്പിറ്റലിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഒന്ന് വായിച്ചു വേണമെങ്കിൽ നോക്കിക്കോ. മനസ്സിലാവാത്ത വല്ലതുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ ആണ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. When they get confirmation that a patient has arrived with the emergency to the hospital campus, the first thing they do is give a call to ward boy and patient attendant to shift the patient from ambulance to structure. എന്താ പറയുന്നത് ഫസ്റ്റ് പോയിന്റില്?
ആംബുലൻസറി സർവീസസിന്റെ സഹായത്തോടു കൂടി എമർജൻസി കേസുകൾ അല്ലെ, എമർജൻസി കേസുകൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ ക്യാമ്പസിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആരെയാണ് ഫസ്റ്റ് കോൾ ചെയ്യേണ്ടത്? ആരെയാണ് ആദ്യം വിളിക്കേണ്ടത്? ആംബുലൻസറി സർവീസിന്റെ സഹായത്തോടു കൂടി എമർജൻസി കേസുകള് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് വിളിക്കേണ്ടത്? വാർഡ് ബോയിനെ വിളിക്കണോ അല്ലെ? വാർഡ് ബോയിനെ ആദ്യം കോൾ ചെയ്യണം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? അയാള് ആ വാർഡ് ബോയ് എന്ത് ചെയ്യും? അറ്റൻഡർ അല്ലെങ്കിൽ വാർഡ് ബോയിനെയൊക്കെ വിളിക്കണം നമ്മള്. അപ്പൊ അല്ലെങ്കിൽ ആ വാർഡ് ബോയ് എന്ത് ചെയ്യും? സ്ട്രക്ചറില് കാഷ്വാലിറ്റിയിലേക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്കോ കൊണ്ടുപോകുന്നു. ഓക്കെയാണോ? അപ്പൊ ആംബുലൻസറി സർവീസിന്റെ സഹായത്തോടു കൂടി എമർജൻസി കേസുകൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോൾ ചെയ്യേണ്ടത് ആരെയാണ്? വാർഡ് ബോയിനെയാണ്. ആ വാർഡ് ബോയ് എന്ത് ചെയ്യുന്നു? സ്ട്രക്ചറില് ആ ആളെ കൊണ്ടുപോകുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്താണ്? ഗിവ് എ കോൾ ടു എ മെഡിക്കൽ ഓഫീസർ അല്ലെ. മെഡിക്കൽ ഓഫീസറിനെ നമ്മൾ എന്ത് ചെയ്യും? കോൾ ചെയ്യും. സ്ട്രക്ചറിൽ കൊണ്ടുപോയതിനു ശേഷം എന്ത് ചെയ്യുന്നു? മെഡിക്കൽ ഓഫീസറിനെ വിളിക്കുന്നു. ആൻഡ് തേർഡ് വൺ നോക്കാം. ആഫ്റ്റർ ദ മെഡിക്കൽ ഓഫീസർ എക്സാമിൻസ് ദ പേഷ്യന്റ്, they ask him as to where they have to shift a patient. എന്താ പറയുന്നത്? നമ്മള് മെഡിക്കൽ ഓഫീസറിനെ വിളിച്ചു അല്ലെ, വിളിച്ചു. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്തു? രോഗിയെ എക്സാമൈൻ ചെയ്തു അല്ലെ, രോഗിയെ നിരീക്ഷിച്ചു, നോക്കിയിട്ട് എന്ത് ചെയ്തു? അയാൾ പറയാം ഏത് വാർഡിലേക്കാണ് ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് അല്ലെ. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്? എന്തെങ്കിലും എമർജൻസി കേസുകൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോൾ ചെയ്യുന്നത് ആരെയായിരിക്കും? വാർഡ് ബോയിനെ ആയിരിക്കും. ആൻഡ് എന്താണ്? അയാള് സ്ട്രക്ചറില് ഈ രോഗിയെ എടുത്തുകൊണ്ട് പോകും, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലേക്ക് ആയിരിക്കും പോകുന്നത്. അതിനുശേഷം എന്താണ്? മെഡിക്കൽ ഓഫീസറെ കോൾ ചെയ്യുന്നു. മെഡിക്കൽ ഓഫീസർ വന്നിട്ട് ഈ രോഗിയെ നോക്കിയിട്ട് എന്താണ് ഏത് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് നോക്കും. ഇനി ഫോർത്ത് പോയിന്റ് എന്താണ്? ജനറലി they shift the patient to ICU and after the patient becomes stable only then shift the patient to the concerned ward. എന്നാണ് പറയുന്നത്. ജനറലി എന്തായിരിക്കും? ICUയിലേക്കായിരിക്കും ഈ രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. ICUയിലെ എങ്ങനെയുള്ള രോഗികളെയാണ് കിടത്തുന്നത്? പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ICUയിലെ എങ്ങനെയുള്ള രോഗികളെയാണ് കിടത്തി ചികിത്സിക്കുന്നത്? എമർജൻസി അല്ലെ. ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യാ? ICUയിൽ കിടത്തുന്നത്. അപ്പൊ എന്താണ്? എമർജൻസി ഉള്ള ആളുകളെ കൊണ്ടുവരുമ്പോ നമ്മൾ ആദ്യം കൊണ്ടുപോകുന്നത് ICUയിലേക്കായിരിക്കും. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? അയാളുടെ കണ്ടീഷൻ ബെറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 4 വരെ കിട്ടിയില്ലേ? 4 പോയിന്റ് വരെ മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. And after counseling with the consultant and the permission of the same, they register patient in the IPD register and in their software too. എന്താണ് IPD register? IPD register എന്തായിരിക്കാം? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ. കേട്ടാ, മറക്കരുതേ. IPD രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ രോഗിയെ എന്ത് ചെയ്യുന്നു? ICUവിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി അതിനുശേഷം എന്ത് ചെയ്യുന്നു? മെഡിക്കൽ കൗൺസിലിംഗ് കൊടുക്കും അല്ലെ. മെഡിക്കൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അയാൾക്ക് അയാളുടെ മരുന്നുകളെ കുറിച്ച് ഇന്ന ടൈമിൽ കഴിക്കണം, അതുപോലെ എന്താണ് ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെന്താണ്? രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ അല്ലെ, പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നതാണ് എന്ത്? മെഡിക്കൽ കൗൺസിലിംഗ്. അല്ലെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ മെഡിക്കൽ കൗൺസിലിംഗ് കൊടുക്കുന്നതിനെയാണ് ഇതിനകത്ത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? അയാളുടെ രജിസ്റ്റർ ചെയ്യണം അല്ലെ. IPD രജിസ്റ്ററിൽ അയാൾ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ ഞാൻ പറഞ്ഞില്ലേ, ഡാറ്റാബേസിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്യുന്നു? അത് കേറ്റുന്നു, എന്റർ ചെയ്യുന്നു. അയാളുടെ കാര്യങ്ങളൊക്കെ ഡാറ്റാസ് ഒക്കെ fill the patient consent form
And after telling the purpose and meaning of the form, it signed the patient's relatives. എന്താണ് പറയുന്നത്? എന്താണ് കൺസെന്റ് ഫോം എന്ന് പറഞ്ഞാല്? പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കൺസെന്റ് ഫോം എന്തായിരിക്കും? സമ്മതപത്രം അല്ലെ? സമ്മതപത്രത്തിനെയാണ് നമ്മൾ കൺസെന്റ് ഫോം എന്ന് പറയുന്നത്. അത് ചിലപ്പോ പേഷ്യന്റിനെ കൊണ്ടോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ കൊണ്ടോ സൈൻ ചെയ്യിപ്പിക്കും. അപ്പൊ അതിനുള്ള പർപ്പസ്, എന്തുകൊണ്ടാണ് അങ്ങനെ സൈൻ ചെയ്യിപ്പിക്കുന്നത്, അതിന്റെ പർപ്പസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെന്താണ് 7th പോയിന്റ്? സെൻഡ് ദ ഫയൽ ഓഫ് എ പേഷ്യന്റ് ടു ദ കറസ്പോണ്ടിങ് വാർഡ് where the medical officer has script the patient to be shifted. എന്താണ് ഈ ഫയൽ അല്ലെ? മെഡിക്കൽ ഓഫീസർ പറയും ഇയാളെ ഇന്ന വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുന്നു? അയാളുടെ ഫയൽ എടുത്തിട്ട്, ഓരോരുത്തർക്കും ഒരു ഫയൽ ഉണ്ടാവും അല്ലെ, ആ ഫയൽ എന്ത് ചെയ്യുന്നു? ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. Confirming that the file of the patient is received by the MO. MO ആരാണ്? MO ആരായിരിക്കും? മെഡിക്കൽ ഓഫീസർ. കേട്ടാ, നേരത്തെ 7ാമത്തെ പോയിന്റിലുണ്ട് മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ചുരുക്ക രൂപമാണ് MO ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ MO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഓഫീസർ ആണെന്ന് കരുതണം കേട്ടാ. അതിന്റെ എക്സ്പാൻഡഡ് നെയിം ആണ് മെഡിക്കൽ ഓഫീസർ. MO ഓഫ് ദ കറസ്പോണ്ടിങ് വാർഡ് അല്ലെ? അപ്പൊ എന്തുണ്ടാവും? ഓരോ വാർഡിലും ഓരോ മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. ആ മെഡിക്കൽ ഓഫീസർ രോഗിയെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടാവും. മെഡിക്കൽ ഓഫീസർ ആണ് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് രോഗി വരുമ്പോൾ ആ രോഗിയെ സ്വീകരിക്കുന്നത്, റിസീവ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? 8 പോയിന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? എമർജൻസി കേസ് ആയിട്ട് വരുമ്പോ എന്താണ്? ഫസ്റ്റ് കോള് ചെയ്യുന്നത് വാർഡ് ബോയിനെ ആയിരിക്കും. അയാൾ എന്ത് ചെയ്യുന്നു? സ്ട്രക്ചറിലായിരിക്കും രോഗിയെ കൊണ്ടുപോകുന്നത്. പിന്നീട് എന്ത് ചെയ്യും? മെഡിക്കൽ ഓഫീസറിനെ കോൾ ചെയ്യും. മെഡിക്കൽ ഓഫീസർ വന്നിട്ട് ഈ രോഗിയെ എക്സാമൈൻ ചെയ്ത് നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ എന്താണ്? ഇങ്ങനെ ഹൈ റിസ്ക് ഉള്ള ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്നത് ICUലോട്ടായിരിക്കും. അപ്പൊ ആദ്യം കൊണ്ടുപോകുന്നത് എന്താണ്? ICUലോട്ടായിരിക്കും. അതിനുശേഷം അയാളുടെ കണ്ടീഷൻ ബെറ്റർ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ബന്ധപ്പെട്ട വാർഡിലേക്ക് മാറ്റുന്നു. പിന്നെ എന്താണ്? കൗൺസിലിംഗ് കൊടുക്കും അല്ലെ? മെഡിക്കൽ കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം അയാളുടെ കാര്യങ്ങളൊക്കെ IPD രജിസ്റ്ററിലേക്കും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിലേക്കും എൻ്റർ ചെയ്യുന്നു. പിന്നെ എന്താണ്? സമ്മതപത്രം. എന്താണ്? സമ്മതപത്രത്തില് ഒപ്പിടുന്നതിന്റെ ആവശ്യകത, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ള കാര്യങ്ങള് അയാളെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നെ എന്താണ്? മെഡിക്കൽ ഓഫീസർ പറയോ അല്ലെ, ഇയാളെ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ എന്ത് ചെയ്യുന്നു? അയാളുടെ ഫയൽ എന്ത് ചെയ്യുന്നു? ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലെ? ഓരോരുത്തർക്കും ഓരോ രോഗിക്കും ഓരോ ഫയൽ ഉണ്ടാവും. ആ ഫയല് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് മെഡിക്കൽ ഓഫീസർ പറഞ്ഞ പ്രകാരം അത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെന്താണ്? ഓരോ വാർഡിലും ഓരോ മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. അപ്പൊ ആ രോഗി ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. മെഡിക്കൽ ഓഫീസർ ആയിരിക്കും ആ രോഗിയെ സ്വീകരിക്കുന്നത്. ക്ലിയർ ആയോ? 8 പോയിന്റ് വായിച്ചു നോക്കിയേ. ഇതോടുകൂടി നമ്മുടെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. 8ാമത്തെ എന്താണ്? നമ്മൾ എന്താണ്? മെഡിക്കൽ ഓഫീസർ പറയാം ഇന്ന വാർഡിലേക്ക് അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക്. 7th പോയിന്റ് ആണ് മിസ് പറയുന്നത്. 8ാമത്തെ പോയിന്റ് അതിലേക്ക് വരാം മിസ്. അപ്പൊ 7th പോയിന്റിൽ പറയുന്നത് എന്താണ്? മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യുന്നു? ഇന്ന വാർഡിലേക്ക് ഈ രോഗിയെ ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഓരോ രോഗിക്കും ഓരോ ഫയലാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. കുട്ടികളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും നമുക്ക് ഓരോ ഫയൽ ഉണ്ടാവില്ലേ? ആ ഫയല് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. ഈ മെഡിക്കൽ ഓഫീസർ ആയിരിക്കും ആ രോഗി വരുമ്പോൾ സ്വീകരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. മെഡിക്കൽ ഓഫീസർ അത് മിസ്സിന് അറിയില്ല, മിസ് നോക്കിയിട്ട് പറഞ്ഞതാ കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. 8th പോയിന്റ് 1 to 8 പോയിന്റ് ക്ലിയർ ആണോ പറഞ്ഞത്? വായിച്ചു നോക്കട്ടാ.
8 പോയിന്റ് വായിച്ചു നോക്കി കഴിഞ്ഞാ വായിച്ചു നോക്കിക്കോളൂ കേട്ടാ. ഇനി അടുത്ത പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം കേട്ടാ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇത്തിരി വെള്ളം കുടിക്കട്ടെ കേട്ടോ, ഇപ്പൊ വരാം. ക്ലിയർ ആയോ 8 പോയിന്റ് വരെ? ചാപ്റ്റേഴ്സ് ഇസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഈ മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഓരോ ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, മെഡിക്കൽ കാര്യങ്ങള് അത് നിരീക്ഷിക്കുന്ന ഒബ്സർവ് ചെയ്യുന്ന ആളുകളെയാണ് മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് അല്ല കേട്ടോ, മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന, കറക്റ്റ് ഇതിലാണോ നടക്കുന്നത് എന്നിട്ട് നിരീക്ഷിക്കില്ലേ ഓരോ ഡിപ്പാർട്ട്മെന്റിലും. അങ്ങനെയുള്ള ഹെഡ്സുകൾ ഉണ്ടാവില്ലേ, ഹെഡുകള്, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ മെഡിക്കൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് കേട്ടാ. ഓക്കെ, ഇനി നമുക്ക് ഔട്ട് പേഷ്യന്റ് എടുക്കാം. PDF ഇല്ലല്ലോ അവിടെ കയ്യില്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമുക്ക് PDF ആവശ്യമൊന്നുമില്ല ഔട്ട് പേഷ്യന്റ് എന്താണെന്ന് പറയാനായിട്ട് അല്ലെ. എന്താണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല്? അവിടെ എന്തൊക്കെ പ്രൊസീജിയർ ആണ് നടക്കുന്നത്? എന്ത് ചെയ്യുന്നു? നിങ്ങൾ OPG എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടറുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പറയുന്നു, മരുന്ന് വാങ്ങിക്കുന്നു അല്ലെ, മരുന്ന് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കുന്നു, അത് കഴിഞ്ഞിട്ട് മരുന്ന് ഫാർമസിയിൽ പോയിട്ട് വാങ്ങിക്കുന്നു, അത് കഴിഞ്ഞ് വീട്ടിലിട്ട് പോകുന്നു. അതാണ് എന്ത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത് അല്ലെ. ഇനി ഓരോ സർവീസുകൾ പറയുന്നുണ്ട് അല്ലെ, നമുക്ക് നോക്കാം. OPD means outpatient department where the patient come to hospital to consult their health issues with the doctors to start the treatment അല്ലെ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലേ, എന്താണ് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ. നമ്മുടെ OPG എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോക്ടറെ കണ്ടിട്ട് ഹെൽത്ത് ഇഷ്യൂസ് അല്ലേ, എനിക്ക് പനിയുണ്ട്, തൊണ്ടവേദനയുണ്ട്, ചെവി വേദനയുണ്ട് എന്നുള്ള കാര്യങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസുകൾ നമ്മൾ പറയുന്നു അല്ലെ ഡോക്ടറോട്. ഡോക്ടർ എന്ത് ചെയ്യുന്നു? അതിനുള്ള മരുന്നുകൾ നമ്മൾക്ക് എഴുതി തരുന്നു അല്ലെ. അങ്ങനെയുള്ള ബെറ്റർ ട്രീറ്റ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് OPD ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. ഇനി OPD സർവീസ് ആർ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ഓൺ ഔട്ട് പേഷ്യന്റ് ബേസിസ്. That is include diagnosis, observation, consultation, treatment, intervention and rehabilitation services. എന്താണ്? OPD സർവീസുകളാണ് എന്തൊക്കെയാണ്? ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ക്ലിയർ ആയോ പോയിന്റ്? OPD സർവീസുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇനി എന്താണ് ഡയഗ്നോസിസ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഡയഗ്നോസിസ്. എന്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല്? ഡയഗ്നോസിസ് രോഗനിർണയം അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ് കാര്യങ്ങളൊക്കെ, സിമ്പിൾ ആണ്. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഡയഗ്നോസിസ്, ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് നേച്ചർ ഓഫ് ഇൽനെസ് ആൻഡ് അതർ പ്രോബ്ലംസ് ബൈ എക്സാമിനേഷൻ ഓഫ് സിംറ്റംസ് അല്ലെ. ഓരോ രോഗലക്ഷണങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു? രോഗം ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അല്ലെ. രോഗനിർണയം നടത്തുന്നു. എന്താണ് ഒബ്സർവേഷൻ? ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്റർ സംവൺ അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു? നിരീക്ഷിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ്, ഒരു ഛർദി അല്ലെങ്കിൽ വയറിളക്കൊക്കെ ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചു നേരം ട്രിപ്പ് ഇട്ട് കിടത്തോ അല്ലെ. കണ്ടിട്ടില്ലേ ട്രിപ്പ് ഇട്ടിട്ട്? ഗ്ലൂക്കോസ് കയറ്റുന്നത് ട്രിപ്പ് ഇട്ട്.
എന്തിനു വേണ്ടിയിട്ടാണ്? അയാളെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറാനായിട്ട് അല്ലെ. അതുപോലെ തന്നെ അങ്ങനെ ഒബ്സർവേഷൻ ചെയ്തിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോവാന്ന് പറയുന്നു അല്ലെ. എന്തെങ്കിലും രോഗങ്ങൾ വേറെ ഉണ്ടാവുന്നുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ, മോണിറ്റർ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. എന്താണ്, ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നെ 5 വയസ്സിലേക്ക് 10 വയസ്സിലേക്ക് ഇഞ്ചക്ഷൻ എടുക്കില്ലേ? അപ്പൊ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ കുറച്ചു നേരം ഇരുത്തോ അല്ലെ. ഇപ്പം പോവരുത്, കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് പറയും. അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് പോവാന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്? ഇഞ്ചക്ഷൻ എടുത്തത് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടോ, എന്തെങ്കിലും ചൊറിച്ചിലുണ്ടോ, ഛർദിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെ, നിരീക്ഷിച്ചിട്ട് വിടാനാണ് എന്ത് ചെയ്യുന്നത് അല്ലെ. ഒബ്സർവേഷൻ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്തതിനു ശേഷമാണ് കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് വിടുന്നത് അല്ലെ. കണ്ടിട്ടില്ല ആരും? സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാവോ എന്നറിയാനായിട്ട്. അപ്പൊ അതാണ് ഒബ്സർവേഷനിൽ വരുന്നത്. അപ്പൊ എന്താണ്? മോണിറ്റർ ചെയ്യുന്നു അല്ലെ. രോഗി എന്ത് ചെയ്യുന്നു? മോണിറ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നു. ഇനി എന്താണ്? കൺസൾട്ടേഷൻ. A meeting with a expert medical officer in order to seek advice. എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസൾട്ടേഷൻ അല്ലെ. ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രോഗത്തിന് മരുന്ന് വാങ്ങിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറാണ് കേട്ടോ. അവിടെ അർത്ഥം വരുന്നത് ഡോക്ടറാണ്. അപ്പൊ എന്താണ്? മീറ്റിംഗ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോക്ടറെ കണ്ട ഒരു മീറ്റിംഗ് അല്ലെ. മീറ്റിംഗ് പോലെയല്ല നമ്മൾ ചെയ്യുന്നത്. അതാണ് കൺസൾട്ടേഷൻ. ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു. അങ്ങനെ ആ പ്രക്രിയയാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്? ട്രീറ്റ്മെന്റ്സ് അല്ലെ. ദ മെഡിക്കൽ കെയർ ഗിവൻ ടു എ പേഷ്യന്റ് ഫോർ ഇൽനെസ് ആൻഡ് ഇഞ്ചുറി. ഇൽനെസ് ആയിട്ടുള്ളതും രോഗബാധിതരായിട്ടുള്ളതും അതുപോലെ തന്നെ എന്തെങ്കിലും മുറിവുകളായിട്ട് വരുന്നവർക്കും എന്താണ് അത് അവരെയാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നുണ്ട്? മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാല്? ഇന്റർവെൻഷൻ എന്തായിരിക്കാം? ഇന്റർവെൻഷൻ ഇടപെടൽ. ഓക്കെ. ഇന്റർവെൻഷൻ മീൻസ് ഇടപെടൽ. അപ്പൊ ഇന്റർവെൻഷനിൽ പറയുന്നത് എന്താണ്? ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. എന്തെങ്കിലും രോഗികൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ അല്ലെ, രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗത്തെ പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാനുള്ള എന്തെടുക്കണം? ആക്ഷൻസ് അല്ലെങ്കിൽ നടപടിക്രമങ്ങള് പാലിക്കേണ്ടതുണ്ട്, സ്വീകരിക്കേണ്ടതുണ്ട്. അതാണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരാൾക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, അതാണ് ഇന്റർവെൻഷൻ. ഇനി എന്താണ് വരുന്നത്? അടുത്ത സർവീസ് ആണ് റീഹാബിലിറ്റേഷൻ. അതറിയാലോ. എന്താ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാല്? റീഹാബിലിറ്റേഷൻ ഒരാൾക്ക് നിർണയോ? റീഹാബിലിറ്റേഷൻ പുനരധിവാസം. ഓക്കെ, അപ്പോ റീഹാബിലിറ്റേഷൻ സർവീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് പുനരധിവാസ സേവനങ്ങൾ. എന്താണ്? ദ ആക്ഷൻ ഓഫ് റിസ്റ്റോറിംഗ് സംവൺ ടു ഹെൽത്ത് ഓർ നോർമൽ ലൈഫ് ത്രൂ ട്രെയിനിങ് ആൻഡ് തെറാപ്പി ആഫ്റ്റർ ഇൽനസ്. എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? രോഗം ചികിത്സത്തിന് ശേഷം തെറാപ്പിയോ ട്രെയിനിങ്ങോ ഒക്കെ വഴി എന്ത് ചെയ്യുന്നു? അയാളെ നോർമൽ ലൈഫിലേക്ക് അല്ലെ, പുനർജീവിതത്തിലേക്ക്, പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഓക്കെ, എക്സാമ്പിൾ ഒന്ന് പറയാൻ പറ്റുമോ? റീഹാബിലിറ്റേഷന് ഡി അഡിഷൻ സെന്റേഴ്സ് ഒക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് IPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? OPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? OPD-യില് പാലിയേറ്റീവ് കെയർ ഒക്കെ. ഓക്കെ, എന്താണ് OPD സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ OPD ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നു? OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ആ പ്രോസസ്സിനെയാണ് OPD സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ സർവീസസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡയഗ്നോസിസ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്, കൺസൾട്ടേഷൻ ഉണ്ട്, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ഉണ്ട്, റീഹാബിലിറ്റേഷൻ സർവീസുകളുണ്ട്. അപ്പൊ OPD സർവീസസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എഴുതണം കേട്ടോ.
ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ. ഇതൊക്കെ OPD സർവീസസുകളാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് OPD ഉള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? 4-മത്തെയാ ട്രീറ്റ്മെന്റ് ആണോ? ട്രീറ്റ്മെന്റ് എന്താണ്? ഒരു രോഗിക്ക് ഇപ്പൊ രോഗം ബാധിതർക്കോ അല്ലെങ്കിൽ എന്താണ് മുറിവേറ്റവർക്കോ എന്ത് ചെയ്യുന്നു? ഒരു മെഡിക്കൽ കെയർ അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നു, ഗിവൺ ചെയ്യുന്നു. ഒരു മെഡിക്കൽ കെയർ കൊടുക്കുന്നതിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6-മത്തെ റീഹാബിലിറ്റേഷൻ സർവീസസുകൾ എന്താണ്? ഒരു രോഗിക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? പുനർജീവിതത്തിലേക്ക്, നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. തിരിച്ചു വരാനായിട്ട് ഈ സർവീസ് ഹെൽപ്പ് ചെയ്യുന്നു. അത് ചിലപ്പോ എന്താണ്, ഇപ്പൊ ഒരു സ്ട്രോക്ക് വന്ന പേഷ്യന്റ് ആയിരിക്കാം, ഒരു എന്താണ് കൈയും കാലും തളർന്നിട്ട്, അപ്പൊ ഒന്ന് തെറാപ്പി ചെയ്തിട്ട് അയാളെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുനർജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് റീഹാബിലിറ്റേഷൻ സർവീസിൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്സ് നോക്കാം. എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ് പറയുന്നത്? ക്വാളിറ്റി കെയർ അല്ലെ, ഒരു ഗുണനിലവാരമുള്ള കെയർ അല്ലെ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്? മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ് പറയുന്നത്? പണ്ട് കാലങ്ങളിലുള്ള ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ മാറ്റിയിട്ട് ഇപ്പൊ എന്ത് വന്നെന്നാണ് പറയുന്നത്? മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇത് നടത്തണം, ട്രീറ്റ്മെന്റ് നടത്തണം. അപ്പൊ മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുള്ള കാരണങ്ങൾ എന്തായിരിക്കാം? ബെനിഫിറ്റ് എന്തായിരിക്കാം? മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്? പെട്ടെന്ന് രോഗം കണ്ടുപിടിക്കാനും അതിനുള്ള ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ടും പറ്റുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യണം എന്നുള്ളത്. ക്ലിയർ ആണോ? ഇനി എന്താണ്? ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സാറ്റിസ്ഫാക്ഷൻ തൃപ്തി അല്ലെ. രോഗികൾക്ക് എന്താണ്? സംതൃപ്തി അല്ലെങ്കിൽ തൃപ്തി എന്നൊക്കെ പറയാം. രോഗികൾക്ക് എന്ത് വേണം? ഒരു സംതൃപ്തി പ്രൊവൈഡ് ചെയ്യണം അല്ലെ, ഒരു കംഫർട്ടബിൾ ഫീലിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെയുള്ള അർത്ഥമാണ് ഇവിടെ. രോഗികൾക്ക് എന്ത് ചെയ്യാം? ഒരു സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി വരുത്തണം. പിന്നെ എന്താണ്? ഗുഡ് പബ്ലിക് റിലേഷൻസ്. ഇപ്പൊ എന്താ ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻസ് അതുപോലെ തന്നെ കുറെ വിസിറ്റേഴ്സ് ഒക്കെ വരും. അവർക്കും പേഷ്യൻസിനും എന്ത് വേണം? ഒരു ഗുഡ് റിലേഷൻഷിപ്പ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഹോസ്പിറ്റൽസുകള് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഈ 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD വരുന്നത്. ഏതൊക്കെയാണ്? ക്വാളിറ്റി കെയർ അല്ലെ, ഗുണനിലവാരമുള്ള കെയർ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താണ്? മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താ ട്രീറ്റ്മെന്റ് നടത്തണം അല്ലെ. മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? പെട്ടെന്ന് രോഗം കണ്ടുപിടിക്കാനും ബെറ്റർ ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യാം. പിന്നെ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, പേഷ്യന്റിന് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തൃപ്തി, സന്തോഷകരമായിട്ടുള്ള ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്? ഗുഡ് പബ്ലിക് റിലേഷൻസ് അല്ലെ, വിസിറ്റേഴ്സിനും പേഷ്യൻസിനും എന്ത്? നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ. ഫ്രണ്ട്സ് എടുക്കണുള്ളൂ, ബാക്കി നാളെ എടുത്താട്ടോ. ഇത്രയും വരെ നാളെ വരെ പഠിച്ചിട്ടുണ്ടോ കേട്ടോ? ഓക്കെ, പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു.